മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശിവാങ്ക് ബ്രോ ആയിട്ട് ഞാനൊരു ലിവർപൂളിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ ചിലപ്പോൾ ലിവർപൂളിന്റെ ഒരുപാട് പ്ലേയേഴ്സ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഡിഫൻഡർ ആയിട്ടുള്ള കോൺസ ബയർ ലെവർകൂസനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 30 മില്യൺ പ്ലസ് ആഡ് ഓൺ എന്നുള്ള ഓഫറാണ് ബയർ ലെവർകൂസൻ ലിവർപൂളിന് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഫ്ലോറിയൻ വിറ്റ്സ് ലെവർകൂസന് ലിവർപൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സൈനിങ്ങിലൂടെ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കോൺസയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പുള്ളി ഒരു സ്റ്റാർട്ടർ ഒന്നും ആയിരുന്നില്ല. എസ്പെഷ്യലി ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ കോൺസയുടെ സാന്നിധ്യം ആ ഒരു ലിവർപൂളിന്റെ ഡിഫൻസിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു കരിയർ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ന്യൂസ് വരുന്നത് ആർസണലിന്റെ സൈഡിൽ നിന്നാണ്. അവരുടെ യങ് ഡിഫൻഡർ ആയിട്ടുള്ള ലൂയിസ് കെല്ലി ഒരു ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കോൺഫർമേഷൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാകെ 18 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇംഗ്ലണ്ടില് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് പുള്ളി ഒരു ഡെബ്യൂ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അൽബേനിയക്കെതിരെ ഒരു ഗോളൊക്കെ സ്കോർ ചെയ്തു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ ലൂയിസ് കെല്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസും ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പൊ ലോങ് ടേം കോൺട്രാക്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ അസറ്റ് തന്നെയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു ന്യൂസ് വരുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. 100 മില്യൺ സൈനിങ് ആയിട്ടുള്ള മുഡ്രിക്കിന് പണി കിട്ടി എന്നാണ് തോന്നുന്നത്. കാരണം FAയുടെ ഒരു പുതിയ റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ചാർജ് ഷീറ്റിൽ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെലഡോണിയത്തിന്റെ അംശമുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരി പോരാൻ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്തായാലും കോൺടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുഡ്രിക്കിനുണ്ട്. ഇതെങ്ങാനും തെളിയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് 4 വർഷം വരെ ബാൻ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ വളരെ യങ് ആയിട്ടുള്ള പ്ലെയർ ആണ്. 100 മില്യന്റെ സൈനിങ്, ഒരുപാട് പ്രഷർ പുള്ളിയുടെ മുകളിലുണ്ടായിരുന്നു. 4 വർഷത്തെ ബാനങ്ങനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കരിയർ ചിലപ്പോൾ വേറെ വഴിയിലൂടെ പോകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഐവൻ ടോണിയുടെ കാര്യം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബെറ്റിംഗ് സ്കാൻഡലിൽ പെട്ട് പുള്ളിക്ക് ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഐവൻ ടോണിനെ പറ്റിയിട്ട് ആരും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു പീക്ക് കരിയറിലൊക്കെ ഇതുപോലുള്ള ബാൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടീമൊന്നും പിന്നെ അങ്ങനെ ഒരു സൈനിങ് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് 2 റൂമേഴ്സ് ആണ്. ഒന്ന്, ഇസാക്കും ലിവർപൂളുമായിട്ടുള്ള ലിങ്ക്സ് ചെറിയ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ന്യൂകാസിൽ എന്തായാലും നല്ലൊരു പൈസ കിട്ടാതെ ഇസാക്കിനെ എന്താൻ പോകുന്നില്ല. ഇപ്പൊ 150 മില്യന്റെ പ്രൈസ് ടാഗ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂള് വലിയൊരു സൈനിങ് ആണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. ഇനിയൊരു 150 മില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സാധ്യത കുറവാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്ന റൂമർ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് യോക്രേഷിന്റെ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ റിജക്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൂടാതെ ഫബ്രീസിയോ റൊമാനോ പുള്ളി ആർസണലുമായിട്ട് ഡിസ്കഷൻ പ്രോഗ്രസ് ചെയ്യുന്നു എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്പോർട്ടിങ്ങിന്റെ ഡയറക്ടറും യോക്രേഷുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. പുള്ളി പ്രൈസ് ടാഗ് ഒക്കെ ഉയർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് തന്നെ ആ ഒരു ഡയറക്ടറെ യോക്രേഷ് കോൾ ഔട്ടും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആർസണൽ ഈ ഒരു സൈനിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ടാർഗറ്റിലൂടെ യോക്രേഷിനെ കൊണ്ടുവരാനാണ് ആർട്ടറ്റയും ആർസണലിലെ ബോർഡ് ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.